മുസ്ലിം സർവീസ് സൊസൈറ്റി കാസർഗോഡ് ജില്ലാ കമ്മിറ്റി വഖഫ് നിയമം എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിക്കും. 21-ന് കാഞ്ഞങ്ങാട് ബിഗ് മാളിലാണ് പരിപാടി. മഹല്ല് ജമാഅത്ത് ഭാരവാഹികൾക്കും മഹല്ല് ഖത്തീബ് ഇമാമുമാർക്കും മുസ്ലിം സംഘടനാ പ്രതിനിധികൾക്കും പൊതുജനങ്ങൾക്കും വഖഫ് നിയമത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനായി മുസ്ലിം സർവീസ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഡിസംബർ 21-ന് കാഞ്ഞങ്ങാട് ബിഗ് മാളിൽ സെമിനാർ സംഘടിപ്പിക്കും. വഖഫ് ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് PV സൈനുദ്ദീൻ, അബ്ദുസമദ് പൂക്കോട്ടൂർ തുടങ്ങിയവർ വിഷയാവതരണം നടത്തും. MSF കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് VKP ഇസ്മായിൽ ഹാജിയുടെ അധ്യക്ഷതയിൽ കാസർഗോഡ് സംയുക്ത ജമാഅത്ത് പ്രസിഡന്റ് NA നെല്ലിക്കുന്ന് MLA സെമിനാർ ഉദ്ഘാടനം ചെയ്യും. വഖഫ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ വഖഫ് എന്ന് കേൾക്കുമ്പോൾ തന്നെ വിവാദമാണ്. വഖഫ് നിയമത്തെ സംബന്ധിച്ച് കൂടുതൽ മനസ്സിലാക്കാത്ത സമൂഹം, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിലെ ഈ ഉലമാക്കൾ എന്ന് പറയുന്ന മൗലവിമാരുമായിട്ടൊക്കെ തന്നെ വേണ്ടത്തിൻ്റെ രൂപത്തിൽ അതിനെ പഠിച്ചിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല. സമൂഹം അങ്ങനെ തന്നെയാണ്. അപ്പോൾ വഖഫ് എന്താണ്, പുതിയ വഖഫ് നിയമത്തിൽ വരുന്ന ദോഷങ്ങൾ എന്താണ്, ഇതിനെ സംബന്ധിച്ചൊക്കെ തന്നെ വലിയ രൂപത്തിലുള്ള ഒരു സെമിനാർ 21-ാം തീയതി ശനിയാഴ്ച രാവിലെ 10 മണിക്ക് കാഞ്ഞങ്ങാട് ബിഗ് മാളിൽ വെച്ച് നടക്കുകയാണ്. ആ സെമിനാറിൽ വഖഫിനെ സംബന്ധിച്ച് സമൂഹത്തെ ബോധവാന്മാരാക്കാൻ വേണ്ടി നമ്മുടെ കേരള വഖഫ് ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് PV സൈനുദ്ദീൻ തലശ്ശേരി, മരിച്ചുപോയ തലശ്ശേരിയിലെ CQP ചെറുമുട്ടി സാഹിബിൻ്റെ മകനാണ് അഡ്വക്കേറ്റ് PV സൈനുദ്ദീൻ. പിന്നെ കേരളത്തിലെ പരക്കെ അറിയപ്പെടുന്ന പ്രമുഖ പ്രഭാഷകൻ അബ്ദുസമദ് പൂക്കോട്ടൂർ, MSF സംസ്ഥാന സെക്രട്ടറി അബ്ദുൽ നാസർ PM, കാഞ്ഞങ്ങാട് സംയുക്ത ജമാഅത്ത് പ്രസിഡന്റ് C കുഞ്ഞാമദ് ഹാജി പാലക്കി, കീഴൂർ സംയുക്ത ജമാഅത്ത് സെക്രട്ടറി കല്ലട്ര മാഹിൻ ഹാജി, പള്ളിക്കര സംയുക്ത ജമാഅത്ത് പ്രസിഡന്റ് KA ബക്കർ, തൃക്കരിപ്പൂർ സംയുക്ത ജമാഅത്ത് സെക്രട്ടറി TCA റഹിമാൻ, MSF ഖത്തർ ചാപ്റ്റർ പ്രസിഡന്റ് MP ഷാഫി ഹാജി തുടങ്ങിയവർ സംസാരിക്കും. സംഘാടക സമിതി ചെയർമാൻ A ഹമീദ് ഹാജി സ്വാഗതവും ജില്ലാ സെക്രട്ടറി കബീർ ചെർക്കള നന്ദിയും പറയും. വാർത്താ സമ്മേളനത്തിൽ VKP ഇസ്മായിൽ ഹാജി, A ഹമീദ് ഹാജി, കബീർ ചെറുക്കളം, A അബ്ദുള്ള, സമീർ ആമസോണിക്സ്, P കുഞ്ഞബ്ദുള്ള ജിദ്ദ, PM ഫൈസൽ, ഖാലിദ് C പാലക്കി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.